Hello friends, welcome to Resolute Academy. Today I am back again with the next video for Hindu vocabs. So without wasting any time, let's go and start with the words. Now please make sure you watch the video till the end, and at the end of the video in the description I have pasted a link on which you can go ahead and click it and you can try and solve the test which is based on the vocabs that we are discussing here. Okay, so let's go ahead and start with the word. The first word that we have today is impinges. Impinges എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ബേസിക്കലി അതിൽ രണ്ട് തരത്തിലുള്ള മീനിങ് ഉണ്ട്. ഒന്ന്, ആരുടെങ്കിലും പുറത്ത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുക. ഓക്കെ, ടു ഹാവ് എ എഫക്റ്റ് എസ്പെഷ്യലി നെഗറ്റീവ്, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുക, അതിനെയും ഇംപിഞ്ചസ് എന്ന് പറയും. അതല്ലെങ്കിൽ ആരുടെങ്കിലും സ്പേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ കുത്തി കയറുക, എൻക്രോച്ച് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുന്നത്? ഇംപിഞ്ച് എന്ന് പറയുന്നത്. ഇൻഫ്രിഞ്ച് അപ്പോൺ സംതിങ്. ഓക്കെ, ടു get inside or get involved in something which you are not actually authorized to. Okay, so ഇവിടെ എന്താണ് നോക്ക്, the new construction project impinges on the natural habitat of several endangered species. അപ്പോൾ ഈ പുതിയ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീസീസിന്റെ നാച്ചുറൽ ഹാബിറ്റായിട്ടുള്ള ഒരു കെയറാണ് ആ പ്രോജക്റ്റ്. ഓക്കെ, സോ ദേ ആർ അവിടെ ഇടിച്ച് കയറുകയാണ്, അതിനാണ് ഇംപിഞ്ച് എന്ന് പറയുന്നത്. സോ ബേസിക്കലി രണ്ടാമത്തെ മീനിങ് എൻക്രോച്ച് ചെയ്യുന്നുള്ള അർത്ഥമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ സപ്പോസ് എനിക്കൊരു വീടുണ്ടെന്ന് വിചാരിച്ചു, ആ വീടിന്റെ മതിലിനകത്ത് വേറൊരാൾ കയറി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാണ്? എൻക്രോച്ച് ചെയ്യാണ്. സോ അയാൾക്ക് പരിമിതി, അയാളുടെ റൈറ്റ്സിലുള്ളതല്ല അയാളോട് കയറേണ്ടത്. അതുപോലെ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് അനിമൽസിന് വേണ്ടിയുള്ളതാണ്, അതിലോട്ട് നമ്മൾ എൻക്രോച്ച് ചെയ്ത് കയറുന്നതിനാണ് ഇംപിഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിന്റെ സിനോണിം എന്ന് പറയുന്നത് എൻക്രോച്ചും ഇൻഫ്രിഞ്ചും. നമ്മൾ ഇൻഫ്രിഞ്ച്മെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ. അതുപോലെ ആന്റോണിംസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്, അലോ ചെയ്യുക അല്ലെങ്കിൽ റിട്രീറ്റ് ചെയ്യുക. ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അൺഅബേറ്റഡ്. അൺഅബേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ ഒരു ലക്ഷ്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. എന്നാൽ ആ പ്രശ്നം വരുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് മാനസിക തകർച്ചയൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ ഇറങ്ങിയ തീരുമാനത്തിൽ എന്ത് വന്നാലും എന്ത് തടസ്സം വന്നാലും അങ്ങറ്റം വരെ നിന്ന് പോണേനാണ്, സ്ട്രോങ്ലി അതിൽ ബിലീവ് ചെയ്ത് മുമ്പോട്ട് ആ തടസ്സങ്ങളെ മറികടന്ന് പോണേനാണ് അൺഅബേറ്റഡ് എന്ന് പറയുന്നത്. എന്ത് വന്നാലും നമ്മൾ അവിടെ വരെ എത്തും എന്നുള്ള ധൈര്യത്തോടെ പോണേനാണ് അൺഅബേറ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. എന്തോ വരട്ടെ, എങ്ങനെ വരട്ടെ, നമുക്ക് കാണാം എന്നുള്ള ധൈര്യത്തോടെ നിങ്ങളങ്ങ് പോകണം. മാനസിക തകർച്ച ഉണ്ടാവും, കുറച്ചു നേരം വിഷമം ഉണ്ടാവും, എനിക്ക് പറ്റുമോ ഇല്ലെന്ന് എല്ലാം ചോദ്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. തോൽവിയിലുണ്ടാവും, ആൾക്കാർ കളിയാക്കും, പരിഹസിക്കും, എല്ലാവരും പറയും. ഈ ലോകത്ത് വലിയൊരു കാര്യം അച്ചീവ് ചെയ്യാൻ ഇറങ്ങുന്നവരെ എല്ലാവരും ആദ്യം പുച്ഛിച്ചെല്ലാണ് ചെയ്യുന്നത്. ഇന്നിപ്പം എലോൺ മസ്ക് ആവട്ടെ, അഡാനി ആവട്ടെ, അംബാനി ആവട്ടെ, അവരെ ബേസിക് ആയിട്ട് ഫസ്റ്റ് ജനറേഷൻ ആരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും ഇത് ഫേസ് ചെയ്തിട്ടുമുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യു ആർ നത്തിങ് ന്യൂ ടു ഇറ്റ്. നിങ്ങളും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം പോകാൻ. അതാണ് അൺഅബേറ്റഡ്. ദാറ്റ് ഈസ് ഗോയിങ് വിത്ത് ഫുൾ ഫോഴ്സ് ഓർ സ്ട്രെങ്ത്, കണ്ടിന്യൂയിങ് അറ്റ് ഫുൾ സ്ട്രെങ്ത് ഓർ ലെവൽ. ഒരിടത്തും പേസ് റെഡ്യൂസ് ചെയ്യാതെ എന്ത് പ്രശ്നം വന്നാലും മുമ്പോട്ട് എന്ന രീതിയിൽ പോകുന്നതിനാണ് അൺഅബേറ്റഡ് എന്ന് പറയുന്നത്. സോ ദ സ്റ്റോം റേജ്ഡ് അൺഅബേറ്റഡ് ത്രൂ ഔട്ട് ദ നൈറ്റ് ആൻഡ് കോസിങ് വൈഡ് സ്പ്രെഡ് ഡാമേജ്. അപ്പോൾ ഈ സ്റ്റോം എന്താണ്? ഒരു സ്പീഡിൽ കുറവില്ലാതെ ആ രാത്രി മുഴുവനും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്, എന്നിട്ട് മൊത്തം ഡാമേജ് വരുത്തി. ഓക്കെ, സോ സിനോണിം എന്ന് പറയുന്നത് അൺറെസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നിർത്തലും ഇല്ലാതെ, കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട്. അതുപോലെ അൺചെക്ഡ്, അതുപോലെ തന്നെ ഒരിടത്തും ഒരു നിർത്താതെ പോണത്. അബേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്, തടസ്സങ്ങൾ വരുമ്പോഴേ സ്ലോ ആയി ഇതാവുന്നത്. ഡിമിനിഷ്ഡ്, അഗെയിൻ ആന്റോണിം. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് വേർഡ് ഈസ് അൺടെനബിൾ. അൺടെനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പിടിച്ചിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആർഗ്യുമെന്റ് പറയും, പക്ഷെ അതിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല. നിലനിൽക്കാത്ത ചില കാര്യങ്ങളാണ് അൺടെനബിൾ എന്ന് പറയുന്നത്. നിലനിൽക്കാത്ത അഭിപ്രായങ്ങളോ നിലനിൽക്കാത്ത ഒപ്പീനിയൻസോ അല്ലെങ്കിൽ നിലനിൽക്കാത്ത ഫാക്ട്സോ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യാണ്, അതിനെയാണ് അൺടെനബിൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് മെയിൻറ്റെയിൻഡ്, ഡിഫെൻഡഡ് ഓർ ഓക്കുപ്പൈഡ്, ഇൻഡിഫെൻസിബിൾ ഓർ അൺസസ്റ്റൈനബിൾ. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് തന്നെ പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അൺടെനബിൾ സിറ്റുവേഷൻ എന്ന് പറയും. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ആർഗ്യുമെന്റ്സ് പുട്ട് ഫോർത്ത് ബൈ ദ സ്പീക്കർ വാസ് അൺടെനബിൾ ഇൻ ദ ഫേസ് ഓഫ് ഓവർവെൽമിംഗ് എവിഡൻസ് ടു ദ കോൺട്രറി. അപ്പോൾ ഈ സ്പീക്കർ എന്ത് ചെയ്ത് ഒരു ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്തായിരുന്നു, പക്ഷെ അതിനെതിരായിട്ട് ഓവർവെൽമിംഗ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതിന് നേരെ എതിരായിട്ടുള്ള കുറെ എവിഡൻസസ് വേറെ ഒരാൾ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നും ഇയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സോ അതാണ് അൺടെനബിൾ എന്ന് പറഞ്ഞാൽ. ഇയാൾ പുട്ട് ഫോർത്ത് ചെയ്ത ആർഗ്യുമെന്റ്സ് ഇയാൾക്ക് തന്നെ പിടിച്ചിരിക്കാൻ പറ്റാത്ത, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് മറ്റേ ആളുടെ ഫാക്ട്സ് എന്താണ്? സ്ട്രോങ് ആയിരുന്നു. അതാണ് അൺടെനബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത് അൺസസ്റ്റൈനബിൾ, അതേപോലെ തന്നെ ഇൻഡിഫെൻസിബിൾ. അതിന്റെ ആന്റോണിംസ് എന്താണ്? ടെനബിൾ എന്ന് വെച്ചാൽ
ഈ പറയുന്ന പോലെ നിലനിർത്താൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ ഡിഫെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ പെർട്ടിനന്റ്. പെർട്ടിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെലവെന്റ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ സപ്പോസ് ദിസ് ഫാക്ട് ഈസ് പെർട്ടിനന്റ് ടു ദ ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ഇഷ്യൂവിന് റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് അല്ലെങ്കിൽ അപ്ലൈ ആവുന്ന ഫാക്ട് ആണ്. സോ പെർട്ടിനന്റ് ബേസിക്കലി മീൻസ് റെലവെന്റ് ഓർ applicable to a certain situation or something is what we mean by pertinent. Okay, so the data present, just a minute. Yeah, the data presented in the report is pertinent to the current discussion on market trends. Appo aa report തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? മാർക്കറ്റ് ട്രെൻഡ്സ് നടക്കുന്ന കറന്റ് ഡിസ്കഷന്റെ റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് ട്രെൻഡ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, so now we talk about the synonyms relevant അല്ലെങ്കിൽ appropriate and the antonyms എന്ന് പറഞ്ഞാൽ irrelevant. relevant നേരെ ഓപ്പോസിറ്റ് irrelevant, അതേപോലെ inappropriate അല്ലെങ്കിൽ inapplicable. okay, so let's see the next word. ഇതിലെല്ലാം വേർഡ്സ് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ വീഡിയോ പോസ് ചെയ്തിട്ട് വീണ്ടും കാണാൻ നോക്കുക. ഓക്കെ, പ്രൊപ്പോണൻസ് എന്ന് എന്താണ്? പ്രൊപ്പോണൻസ് എന്ന് വേറെ ഒന്നുമല്ല, ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പം നമ്മൾ മാർക്സിസം എന്നുള്ള ഐഡിയോളജി ഉണ്ട്, കമ്മ്യൂണിസം എന്നുള്ള ഐഡിയോളജി ഉണ്ട്, പല ഐഡിയോളജീസും ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡിയാസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഫോർ എക്സാമ്പിൾ റിലീജിയസ് ഐഡിയാസ് ആവാം, കൾച്ചറൽ ഐഡിയാസ് ആവാം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ ഹു ആർ അഡ്വക്കേറ്റ്സ് ഓർ സപ്പോർട്ടേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ കോസ്, ഐഡിയ ഓർ തിയറി. സോ ദ പ്രൊപ്പോണൻസ് ഓഫ് ന്യൂ പോളിസി ആർഗ്യൂ ദാറ്റ് ഇറ്റ് വിൽ ലീഡ് ടു ഗ്രേറ്റർ എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് സേവിങ്സ്. അപ്പോൾ ഈ പുതിയ പോളിസിയുടെ സപ്പോർട്ടേഴ്സ്, പ്രൊപ്പോണൻസ്, അവരെന്താണ് പറയുന്നത്? ആ പോളിസിയുടെ കാരണം കോസ്റ്റ് സേവിങ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഉണ്ടാവുമെന്നാണ് ഈ പുതിയ ഈ പോളിസിക്കുള്ള സപ്പോർട്ട്സ് പറയുന്നത്. സോ അതിൽ സിനോണിംസ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സ്. അഡ്വക്കേറ്റ്സ് എന്ന് എന്താണ് ചെയ്യുന്നത്? അഡ്വക്കേറ്റ്സ് ചെയ്യുന്നത് അവർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? അവരെ സപ്പോർട്ട് ചെയ്താണ് ചെയ്യുന്നത്. അതുപോലെ ചാമ്പ്യൻസ് ഓഫ് സമ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. മറ്റേ ചാമ്പ്യൻ അല്ല ഉദ്ദേശിക്കുന്നത്, വിജയിക്കുന്ന ചാമ്പ്യൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ ഒപ്പോണൻസ്, ഡിട്രാക്ടേഴ്സ്, നേരെ തിരിച്ച് റിവേഴ്സിലുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. Yeah, that's all for today's video. I hope everyone is clear with everything that we have discussed this week. And ഞാൻ എപ്പോഴും ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ ഓരോ ആഴ്ച 6 വീഡിയോസ് ഉണ്ടാവും, സൺഡേസിന് വീഡിയോസ് ഉണ്ടാവില്ല. ഇനി ഈ 6 വീഡിയോസ് നിങ്ങൾക്ക് താഴെ ലിങ്കിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഉള്ള ടെസ്റ്റ് ചെയ്യുക. പിന്നെ സൺഡേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടാവും. അത് ഈ ആഴ്ചയിലുള്ളത് തന്നെ ആയിരിക്കണമെന്നില്ല, അതിന് മുമ്പത്തെ ആഴ്ചയിലുള്ളതും ആയിരിക്കാം. സോ ടോട്ടലായിട്ട് 50 or 60 or 100 ക്വസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ടെസ്റ്റ് ഇടും. So please make sure അതും ചെയ്യാൻ മറക്കണ്ട. Okay, so thank you all of you, have a great day, and please make sure practice. That's the only thing that can help you with this thing. There is nothing more to it than regular practice. Consistency ആണ് മുഖ്യം. Okay, so thank you, have a great day, bye bye.